തെരുവ് നായ്ക്കൾ വീട്ടിൽ കയറി വളർത്തു പക്ഷിയെ കടിച്ചു കൊന്നു. കണ്ണൂർ തളാപ്പിലെ സന്ദീപിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി കൂട്ടിനുള്ളിലെ പക്ഷിയെ ആക്രമിച്ചത്. തളാപ്പിലെ സന്ദീപ് എന്ന വ്യക്തിയുടെ വീടിനുള്ളിൽ കയറി അതിൻ്റെ വളർത്ത് പക്ഷിയെ, തത്ത ഇനത്തിൽപ്പെടുന്ന സൺ കൊന്നൂർ എന്ന പക്ഷിയാണ്. അതിനെയാണ് അത് കടിച്ച് ഈ തെരുവ് നായ്ക്കൾ കൊന്നത്. ഇതിൽ സന്ദീപ് തന്നെ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓമനിച്ച് വളർത്തിയൊരു പക്ഷിയായിരുന്നു. അതെ, വളരെ ടാംഡായിട്ട് വളർത്തിയൊരു പക്ഷിയായിരുന്നു. കോവിഡ് സമയം ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിൻ്റെ അകത്തിട്ടിട്ട് വളർത്തിയൊരു പക്ഷിയായിരുന്നു. ഒരു 5 മണി 6 മണിയാകുമ്പം ഈ കൂടടക്കം എടുത്തിട്ട് അകത്ത് വെച്ചു. അതിനെ പുറത്തേക്ക് വിടുകയ്യ. വീട് മൊത്തം ചുറ്റി കളിച്ചും തോളത്തും കൈമലും കാലിലെല്ലാം വന്നിരുന്ന് പെരുമാറുന്നൊരു പക്ഷിയായിരുന്നു. പിന്നെ ഈ 1 മാസം മുന്നേ ഇത് ഒരു 4 മുട്ടയിട്ടു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അത് കൂട് അനക്കണ്ട, പുറത്ത് വെച്ചാൽ മതി, ഒരു തുണിയിട്ടിട്ട് മറയ്ക്കാൽ മതി. അങ്ങനെ 1 മാസമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായി. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 3 തെരുവ് നായ്ക്കൾ ബാക്കിലത്തെ ഘടങ്ങ് ചാടി ഞങ്ങളെ കോമ്പൗണ്ടിലേക്ക് വന്നു. രാത്രി മൊത്തം ചുറ്റി കറങ്ങി ഇതിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 5 മിനിറ്റ് ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൂട് പിടിച്ചു വലിച്ചു. വല്ലാത്ത ഭീകരമായിട്ട് അതിനെ കൊലപ്പെടുത്തുയത്. ഞങ്ങളൊരു വീട്ടിലൊരു അംഗമായിട്ട് വളർത്തിയ ഒരു പക്ഷിയാണ്. അതുകൊണ്ടുള്ളൊരു വലിയ വിഷമം. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലൊരു അംഗം തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഈ പ്രദേശത്ത് എങ്ങനെ നായ്ക്കൾ ശല്യം കൂടുതലാണ്? നായ്ക്കൾ രാത്രിയാകുമ്പോൾ ഭയങ്കര കൂടുതലാണ്. വേറെയും എൻ്റെ ഒക്കെ കുഞ്ഞിയ പക്ഷികളുണ്ട്. അപ്പം അതും പുറത്തേ ഇല്ല. അതും ഇപ്പം അതിനെ സേവ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തെരുവ് നായ ശല്യം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ വേണം എന്നതുകൂടിയാണ് ഇവരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.